കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കാനിരിക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡീവിയേഷൻസ്. അതൊരു എക്സാമ്പിൾ നമ്മുടെ കമന്റ് ആയിട്ട് വായിക്കാം. ഞാൻ പഠിക്കാൻ വിചാരിച്ച് ഞാൻ എൻ്റെ ഫോണിലേക്ക് നോക്കാൻ വിചാരിക്കും, പിന്നെ ഒന്ന് ക്ലാസ് കാണാൻ വിചാരിക്കുമ്പോൾ ഓരോരുത്തരും മെസ്സേജ് അയക്കും. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഡീവിയേറ്റ് ചെയ്യാൻ പല ആളുകളുണ്ടാവും. ലൈക്ക് ഈ കുട്ടി നേരിടുന്ന പ്രശ്നം എന്താ, അവൻ പഠിക്കാൻ വിചാരിച്ച് ഫോൺ എടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, ചില ആളുകൾ മെസ്സേജ് അയക്കും. മറ്റു ചില കുട്ടികളാണെങ്കിലോ പഠിക്കാനായിരിക്കും ഒരു ഫോൺ എടുക്കുന്നത്, പക്ഷേ അവരെന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാം റീൽസോ യൂട്യൂബ് ഷോർട്സോ കണ്ടിരിക്കും. അങ്ങനെ അവർ ഡീവിയേറ്റ് ആയി പോകും. ഈ ഡീവിയേഷൻ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നതാണ്. കാരണം നിങ്ങൾ പഠിച്ചാലല്ലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് റിപ്ലൈ കൊടുത്തിരുന്നാൽ, അവരയക്കുന്ന റീലുകൾ കണ്ടിരുന്നാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് അവിടെ പോകുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം അവിടെ നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ മാർക്ക് നേടേണ്ട, നിങ്ങൾ എഫേർട്ട് ഇടേണ്ട, നിങ്ങൾ കഷ്ടപ്പെടേണ്ട നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വില കൂടിയ സമയം നിങ്ങൾ എന്ത് ചെയ്യാണ്, അവിടെ നഷ്ടപ്പെടുത്തി കളയാണ്. അപ്പോൾ ഈ സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് അവിടെ കുറയും, നിങ്ങൾക്ക് കിട്ടേണ്ട അടിപൊളി ഗ്രേഡുകൾ അവിടെ കുറയും എന്നൊരു ചിന്ത പോയി മനസ്സിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി വെക്കുക ഫോൺ, അല്ലെങ്കിൽ ഫോൺ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി നിങ്ങളുടെ ഏതെങ്കിലും അൽമാരയുടെയോ അല്ലെങ്കിൽ മേശയുടെ വെക്കുക. നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് പഠിക്കുന്ന ആളുകളാണെങ്കിൽ DND മോഡ്, ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ DND മോഡ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഇടുക. എന്ന് വെച്ചാൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കിയിട്ട് യൂട്യൂബ് മാത്രം യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ആപ്പ് മാത്രം യൂസ് ചെയ്യുന്നത് പഠിക്കുക. അപ്പം പഠിക്കുന്ന സമയത്ത് ആര് മെസ്സേജ് നിങ്ങൾ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആരും വീട്ടിലേക്ക് ഒന്നും വിചാരിക്കുക അതൊരു ഡീവിയേഷൻ ആണല്ലേ, മന്തി കഴിക്കാം, ഷവർമ കഴിക്കാം, ഷവായ കഴിക്കാൻ എന്ന് പറയാൻ അവരോട് നോ പറയാൻ ശീലിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, നോ പറഞ്ഞ് ശീലിക്കുക. നിങ്ങൾ മന്തി കഴിക്കാൻ ഒരാൾ വിളിക്കുകയാണ്, ഷവായ കഴിക്കാൻ ഒരാൾ വിളിക്കുകയാണ്, ഷവർമ കഴിക്കാൻ ഒരാൾ വിളിക്കുകയാണ്, ഞാൻ പറയാം എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, നോ പറഞ്ഞ് ശീലിക്കുക. ചിലപ്പോൾ അവർ നിങ്ങളെ കളിയാക്കിയേക്കാം, ഓ വലിയൊരു പഠിപ്പിച്ച് വന്നിരിക്കുന്നു, നീ വലിയൊരു പഠിപ്പി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിയാക്കിയേക്കാം. നെഗ്ലക്ട് ചെയ്യുക, അവരെ അവോയ്ഡ് ചെയ്യും. നിങ്ങൾ പഠിക്കുക. കാരണം ഇപ്പം കളിയാക്കുന്നവരും ഇപ്പം നിങ്ങളെ കൂടെ ഇന്ന് ഷവർമ മന്തി കഴിക്കുന്നവരും ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ സ്കില്ലും നമ്മുടെ എഡ്യൂക്കേഷൻ. സോ പഠിച്ചു തുടങ്ങിയ മക്കളെ, എല്ലാ ഡീവിയേഷൻസും നിങ്ങൾക്ക് നോ പറയാൻ പറ്റും. നോ പറഞ്ഞ് ശീലിക്കുക, വേണ്ട എന്ന് പറഞ്ഞ് ശീലിക്കുക, വരുന്നില്ല എന്ന് പറഞ്ഞ് ശീലിക്കുക, എല്ലാം സെറ്റ് ആവും.